ഹായ് ഹലോ എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കാർഡ്ബോർഡാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലാണ് നമ്മുടെ പെബിൾസ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. ഇതാണ് പെബിൾസ്, അതായത് ഉരുളൻ കല്ലുകൾ. ഇതിൽ കളറുകളില്ലാത്ത കല്ലുകൾ ഞാൻ ഒരു പ്രാവശ്യം ബീച്ചിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളതാണ്. പിന്നെ കളറുകളുള്ള കല്ലുകൾ ഫിഷ് ബൗളിൽ ഇടാൻ വേണ്ടി പണ്ട് മേടിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ എങ്ങനെ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഒരു ഗേൾ, ഒരു ബോയ്, പിന്നെ അവരുടെ കയ്യിൽ ബലൂൺസ്, ആ രീതിയിലാണ് കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ നമ്മൾ വരയ്ക്കാനുള്ള ഭാഗങ്ങൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം പെബിൾസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗേളുടെയും ബോയുടെയും കാലുകൾ ഞാൻ ആദ്യം തന്നെ വരച്ചു കൊടുക്കുകയാണ്. കല്ലൊക്കെ ഒട്ടാൻ പാകത്തിനുള്ള ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്റ്റിക്ക് ഫാസ്റ്റ് എന്നാണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കല്ലൊക്കെ ഒട്ടുന്നുണ്ട്. കളറുകളില്ലാത്ത കല്ലുകൾ ഞാൻ താഴെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഗേളിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കല്ലുകളൊന്ന് വച്ച് നോക്കുകയാണ്. ഏകദേശം ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള കല്ലുകൾ വെച്ചിട്ട് ഞാനൊന്ന് വച്ച് നോക്കുകയാണ്. എന്നിട്ട് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ആ കല്ലിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ബോയ്ക്ക് വേണ്ടിയിട്ടും ആദ്യം തന്നെ ഒന്ന് വച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഏകദേശം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവരുടെ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. വീഡിയോ ഫുൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ. ഈ രണ്ട് കൈകളിലും ബലൂൺസ് പിടിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബലൂൺസൊക്കെ എവിടെയാണ് വേണ്ടത് ആ പോയിൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് കയ്യിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ പോയിന്റിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കളറുകളുള്ള കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന് ഫ്രെയിം വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബാംബൂ സ്റ്റിക്കാണ്. ഓരോ സൈഡിലും 4 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മേലെയും താഴെയും ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മളുടെ അടുത്ത് ബാംബൂ സ്റ്റിക്ക് ഇല്ലയെന്ന് വെച്ചാൽ പേപ്പർ റോൾസ് വെച്ചിട്ട് നമുക്ക് ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഒരെണ്ണം മുമ്പ് ചെയ്തിട്ടുണ്ട്. പ്രസ്ഡ് ഫ്ലവർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മേലെയും താഴെ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഞാനിത് 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ കല്ലുകളൊക്കെ നന്നായിട്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത് ഇതുപോലെ കളറുകളുള്ള കല്ലുകൾ ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി. ഇനി പെയിൻ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നെയിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് കല്ലുകളിന്മേൽ കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കിത് ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ലവറിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്.